ഊതിന്റെ ഫ്ലോർ ക്ലീനർ അടക്കമുണ്ട് നമ്മുടെ ഊത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അതെനിക്ക് തോന്നുന്നു മാർക്കറ്റിലും കിട്ടാറില്ല. അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ 20 രൂപ കിട്ടുള്ളൂ. പക്ഷെ ഇവിടെ കൊടുന്നു കഴിഞ്ഞാൽ 20% കിട്ടും. 70-80 രൂപ റേഞ്ച് ഉണ്ട്. നമ്മളിപ്പോ ഇവിടെ കൊടുക്കുന്നത് 35 ആണ് കൊടുക്കുന്നത്. ഇമ്പോർട്ടഡ് ചൂല് കേട്ടിട്ടുണ്ട് നിങ്ങള്? മസ്കിന്റെ ഫ്രഗ്നൻസാ? നമുക്ക് അങ്ങനെ ഒന്നും റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ല. കസ്റ്റമർ ചോദിക്കുന്ന ഏത് ഫ്ലേവർ നമ്മൾ ചെയ്യും. കസ്റ്റമൈസാ? ഇവിടെ 20% കിട്ടും. അതും കാരി കുപ്പി കൊടുത്തു കഴിഞ്ഞാ. അല്ല, ജാസ്മിന്റെ കളർ വൈറ്റ് അല്ലടാ. നമ്മളൊക്കെ ഒരു പർച്ചേസിനൊക്കെ പോകുമ്പോ ഒരു മൂഡ് വരില്ലേ? ആ മൂഡ് ഇവിടെ വന്നപ്പോ വന്നില്ല. അതാണ് നമ്മുടെ പ്രത്യേകത. നമുക്ക് ബെൻസ് കാർ ഇല്ലെങ്കിൽ എന്താ, ബെൻസ് ചേട്ടൻ നമ്മുടെ കൂടെ ഉണ്ടല്ലോ. ഞാൻ ഫ്ലാറ്റ് ആയിട്ടാ, അടിപൊളി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, കേൾക്കാൻ പോണില്ല, കാരണം ഇവർക്ക് അഡ്വർടൈസ് ഇല്ലേ ഇത്. പക്ഷെ മാർക്കറ്റിൽ കിട്ടില്ലല്ലോ ഇങ്ങനെ. ഞങ്ങള് പച്ച മലയാളത്തിൽ ഇത് ചൂലെന്നാ പറയുന്നത് അല്ലെ? ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന കുറച്ച് വെറൈറ്റി ഐറ്റംസ് ആയിട്ടാണ് കേട്ടോ. അതോ 20 രൂപ നമ്മൾ കുപ്പിക്കൊക്കെ കൊടുക്കുമ്പോൾ കിട്ടുന്ന സംഭവം ഇവിടെ 20% കിട്ടും. അതും കാരി കുപ്പി കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ എറണാകുളം സൗത്തിലാണ് കേട്ടോ. അപ്പൊ കറക്റ്റ് എക്സാക്ട് ലൊക്കേഷൻ ആദ്യം പറയാം, എന്നിട്ട് നമുക്ക് എന്താണ് സംഭവം നമുക്ക് നോക്കാം. അപ്പൊ ഹോട്ടൽ ദ ഗ്രാൻഡ് സീസൺസിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. അപ്പൊ ഈ ഒരു റോഡിന് പറയുന്നത് ചിറ്റൂർ റോഡാണ്. ചിറ്റൂർ റോഡിന്റെ ആ ഒരു ഹോട്ടലിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് എൽ ബ്രില്ലോ. യെസ്, മൊത്തം ക്ലീനിങ്ങിന്റെ എല്ലാ ഐറ്റംസ് എല്ലാം കടയിൽ കിട്ടും. പക്ഷെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്നറിയോ, ഇവിടെ ഇവരുടെ ഓൺ മാനുഫാക്ചേഴ്സ്. അതും നമ്മൾ കാരിക്കുപ്പി കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ 20% ആ പ്രോഡക്റ്റിൽ നിന്നും വില കുറച്ചിട്ട് നമുക്ക് കിട്ടും. അപ്പൊ അതും നല്ല ഐറ്റംസ്, നല്ല ക്വാളിറ്റിയുള്ള സംഭവം. ഞാനൊക്കെ വാഷ് ചെയ്ത് നോക്കിയിട്ട് നല്ല ക്ലീൻ ആവുന്നുണ്ട്. അപ്പൊ എന്ത് ഐറ്റംസ് ആയാലും, ഇപ്പൊ ഫ്ലോർ ക്ലീൻ ആയാലും ബാത്റൂമിന്റെ ആയാലും, എന്ത് നിങ്ങൾ ക്ലീനിങ്ങിന്റെ മൈൻഡിൽ ചിന്തിച്ചോ, അതിന്റെ ടൂൾസ് ആയാലും അതിന്റെ ക്ലീനിങ് പ്രോഡക്ട്സ് ഇവിടെ കിട്ടും. ഇവിടെ ഐറ്റംസ് ഒക്കെ നമ്മളെ ഇവിടുത്തെ സാറോ? ഓ, സാറ് ഇവിടെ ഇരിക്കുന്നുണ്ട്, ഒളിഞ്ഞിരിക്കുകയാണ്. ബിസിയാണോ? എന്താണ് വിശേഷം? സുഖാണോ? സത്യം പറയാലോ, ഇവിടെ വന്നപ്പോ എനിക്കൊരു സുഖം തോന്നിയില്ല. എനിക്ക് ഇവിടെ കാണുമ്പോ ഒരു സൂപ്പർ മാർക്കറ്റിന്റെ ഭംഗി, ഒരു ഫീലിംഗ്. നമ്മളൊക്കെ ഒരു പർച്ചേസിനൊക്കെ പോകുമ്പോ ഒരു മൂഡ് വരില്ലേ, ആ മൂഡ് ഇവിടെ വന്നപ്പോ വന്നില്ല. അതാണ് നമ്മുടെ പ്രത്യേകത. അതെന്താ പ്രത്യേകത? ഇതെല്ലാം നമ്മുടെ ഓൺ പ്രൊഡക്ട്സ് ആണ്. അതുകൊണ്ട് നമ്മളിവിടെ B2B സെയിൽസ് ആണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. ഓ, അതാണ് കാര്യം. അപ്പൊ സാധാരണ ഒരു ചെറിയൊരു കസ്റ്റമർ വരായാലും സെയിം റേറ്റിന് നമുക്ക് കിട്ടും. പക്ഷെ സൂപ്പർ മാർക്കറ്റിന്റെ പോലെ. അപ്പൊ സൂപ്പർ മാർക്കറ്റിൽ ഇരിക്കുമ്പോ ലൈറ്റ് സെറ്റപ്പ്, AC, മറ്റത് മറിച്ചെന്നൊക്കെ പറയുമ്പോ കാശ് പിന്നെയും കൂടും. ഇവിടെ ആകുമ്പോ അതില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. പ്രോഡക്റ്റിന്റെ പൈസ മാത്രം തന്നാ മതി. അത് മാത്രമല്ല, നിങ്ങൾക്ക് ക്ലീനിങ്ങിന്റെ എന്ത് പ്രൊഡക്റ്റ് വേണമെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. A to Z. അതിപ്പം വീടുകൾക്ക് മാത്രമല്ല, ഒരു ഹോട്ടല്, ഇപ്പൊ ജുവലറീസ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽസ്, ഈ തുണിക്കടകൾ, അങ്ങനെയുള്ള അവർക്കെല്ലാം വേണ്ട എല്ലാ ക്ലീനിങ് പ്രൊഡക്ട്സും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇവിടുന്ന് ഓൾറെഡി മേടിക്കുന്നുണ്ടോ? ഇത് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് സൗത്തിൽ, എറണാകുളം സൗത്തിലാണ്. അപ്പൊ സൗത്തിലായതുകൊണ്ട് തന്നെ ഈ ഏരിയയിലുള്ള അത്യാവശ്യം എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കും ഇവിടുന്നാണ് നമ്മുടെ പ്രൊഡക്ട്സ് പോകുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട്, അതുപോലെ ഹോസ്പിറ്റൽസ്, അതിനൊക്കെ ഇവിടുന്ന് ബൾക്ക് പർച്ചേസിങ് പോകുന്നുണ്ട്. അതാണ് ഇവിടെ ആ ഒരു ലുക്ക് ഫീൽ ചെയ്യാത്തത്. എന്തായാലും ഇവിടെ ഇരിക്കുന്നത് ഒക്കെ ക്ലീനിങ് ഐറ്റംസ് ആണ്. ഇപ്പൊ ക്ലീനിങ്ങിൽ എന്തൊക്കെ വെറൈറ്റി വരുന്നത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറഞ്ഞുതരാം. എന്താ പേര് പറഞ്ഞ സാർ? ബെൻസേട്ടാ, സുഖാണോ? അയ്യോ സോറി കേട്ടോ. ഞാൻ ഈ മൈക്കൊന്ന് വയ്ക്കട്ടെ. ബെൻസേട്ടനാണ്. നമുക്ക് ബെൻസ് കാർ ഇല്ലെങ്കിൽ എന്താ, ബെൻസ് ചേട്ടൻ നമ്മുടെ കൂടെ ഉണ്ടല്ലോ. ഹായ്, വെൽക്കം. ഇത് നമ്മുടെ ഇവിടെ ഇരിക്കുന്നതൊക്കെ ഈ ക്ലീനിങ് ഐറ്റംസ് എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ നമ്മൾ പെണ്ണുങ്ങൾക്ക് അത്യാവശ്യമുള്ള ഒരു സംഭവമാണ് ക്ലീനിങ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അത് കുറച്ചുകൂടി ഈസി ആക്കാനുള്ള പ്രോഡക്ട്സ് ആണ് ഇവിടെ ഇരിക്കുന്നത്. ഇനി ഇവിടെ ഇരിക്കുമ്പോൾ സത്യം പറയാലോ, നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഗെറ്റപ്പ്, ആ ഒരു ഇത് ഫീൽ ചെയ്തത് നിങ്ങളുടെ ഓൺ മാനുഫാക്ചേഴ്സ് ആണെന്നൊക്കെ പറയുന്നത് ശരിക്കുള്ളത് തന്നെയാണോ? അതെ, നമ്മൾ ഓൺ മാനുഫാക്ചർ ആണ്. നമ്മൾ തന്നെയാണ് പ്രൊഡക്ഷൻ എല്ലാം ചെയ്യുന്നതും. നമ്മളിപ്പോ ആക്ച്വലി വന്നിട്ട് B2C ഇല്ല നമ്മുടെ അടുത്ത്. മാക്സിമം നമ്മൾ B2B ആണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഈവൻ നമ്മൾ ഇപ്പൊ ഡയറക്റ്റ് കസ്റ്റമർ വരുവാണെങ്കിൽ നമ്മൾ ആ B2Bയുടെ പ്രൈസിൽ തന്നെയാണ് കൊടുക്കുന്നത്. ഇപ്പൊ നോക്കി വരുമ്പോ ഇപ്പോ മാർക്കറ്റ് പ്രൈസ് 70 ആ റേഞ്ചിലുള്ള പ്രോഡക്റ്റ് ഒക്കെ നമ്മുടെ ഇവിടെ വരുമ്പോ 40-45 ആ റേഞ്ചിലൊക്കെ കിട്ടും. അത്രയും വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പ്രോഡക്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരും. എന്താണ് ഇരിക്കുന്നത്? ഫിനൈൽ തുടങ്ങി ക്ലീനിങ്ങിന് ആവശ്യമുള്ള ലിക്വിഡ് ഐറ്റംസ് എല്ലാം ഉണ്ട്. അതില്ലാതെ ബ്രഷിംഗ് ഐറ്റംസ് ഉണ്ട്, ടൂൾസ് എല്ലാം ഉണ്ട്. നമുക്ക് ക്ലീനിങ്ങിന് ആവശ്യമുള്ള എല്ലാം, ബ്രഷ്, സ്ക്യൂസർ, മോപ്പ്, ഇങ്ങനെ എല്ലാ ഐറ്റംസും നമ്മുടെ അടുത്ത് ഉണ്ടാവും. ബ്ലീച്ചിങ് പൗഡർ അടക്കം നമ്മുടെ അടുത്തുണ്ട്. ക്ലോറിൻ ഉണ്ട്, ബ്ലീച്ചിങ് പൗഡർ ഉണ്ട്, ബാത്റൂം ക്ലീനർ ഉണ്ട്, ടൈൽ ക്ലീനർ ഉണ്ട്, ടോയ്ലറ്റ് ക്ലീനർ ഉണ്ട്, ഫ്ലോർ ക്ലീനർ ഉണ്ട്. ഫ്ലോർ ക്ലീനറിൽ നമ്മൾ കുറെ ഫ്രേഗ്രൻസ് ഉണ്ട് നമ്മുടെ അടുത്ത്. ലാവൻഡർ, ഊത്, ഇങ്ങനെ വേറെ ഊതിന്റെ ഫ്ലോർ ക്ലീനർ അടക്കമുണ്ട് നമ്മുടെ അടുത്ത്. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അതെനിക്ക് മാർക്കറ്റിലും കിട്ടാറില്ല, കാരണം അതിന്റെ കോസ്റ്റ് ഭയങ്കര ഹെവിയാണ്.
നമ്മൾ ഒരു സ്പെഷ്യൽ ഒരു പേഴ്സണിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. നമ്മൾ ചില കസ്റ്റമേഴ്സ് അത് വേണമെന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. അതൊന്നും എനിക്ക് കാണാൻ പറ്റുമോ? കാണാനല്ല, ഞാൻ മേടിച്ചോണ്ട് എവിടെയാ സാധനം ഇരിക്കണം എന്ന് കാണിച്ചത്. നമ്മുടെ ഈ ഓരോരെണ്ണം എടുത്തേ. ഞാൻ അതാ പറഞ്ഞ ഇവിടെ വെച്ചാൽ ഇത് ശരിക്കും ആ ഒരു സ്മെല്ല് കിട്ടുമോ? ഓപ്പൺ ചെയ്ത് നോക്കിക്കോ. എന്റെ പൊന്നേ, ചെയ്ത് നോക്കി. അല്ല ഇത് ചെറിയ ലിഡ് തുറന്നില്ലെങ്കിലും പോലും ആ ഒരു സ്മെല്ല് കിട്ടുന്നുണ്ട്. എന്താ ഡൈല്യൂട്ട് ചെയ്തിട്ട് നോർമൽ ചെയ്യുന്ന പോലെ തന്നെയല്ലേ നമ്മൾ യൂസ് ചെയ്യേണ്ടത്? ഞാൻ ഫ്ലാറ്റ് ആയിട്ടാ, അടിപൊളി. ഇത് ഒരു കുപ്പിക്കൊക്കെ എത്ര റേറ്റ് വരും? നമ്മൾ ഇത് ആക്ച്വലി ഇത് മാനുഫാക്ചറിങ് കാസ്റ്റും പുറത്ത് ആരും ചെയ്യാറില്ല. നമ്മൾ ഇത് ഏകദേശം ഒരു 75 to 90 ആ റേഞ്ചിൽ കൊടുക്കുന്നതാണ്. അവര് ബൾക്ക് ക്വാണ്ടിറ്റി അനുസരിച്ച് വേരിയേഷൻ വരും, അത്രേ ഉള്ളൂ. 5 ലിറ്റർ വരുമ്പോ അതിനനുസരിച്ച് റേറ്റ് വേരിയേഷൻ വരും. അപ്പൊ 5 ലിറ്റർ 10 ലിറ്റർ അങ്ങനെ ചോദിച്ചാലും കിട്ടും. ഇതാണ് കുപ്പി. എനിക്ക് ഈ ഒരു കുപ്പിയുടെ റേറ്റ് കറക്റ്റ് എക്സാക്ട് എന്താന്ന് എത്രയാന്ന് അറിയണെങ്കിൽ, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു വീട്ടിലേക്ക് ആവശ്യത്തിനല്ല, ഒരു സ്വർണ്ണക്കട ആയാലും തുണിക്കട ആയാലും എന്ത് വലിയ വലിയ കടകളായാലും ഡെയിലി ക്ലീനിങ് മസ്റ്റ് ആണ്. കസ്റ്റമേഴ്സ് എപ്പോഴും കയറിക്കൊണ്ടിരിക്കുക. അപ്പൊ ചെളി ആവാണ്ടിരിക്കാൻ വേണ്ടിട്ട് എപ്പോഴും പിന്നെ ഇതിന്റെ ഫ്രാഗ്രൻസ് നിൽക്കുമല്ലോ. ഇത് ഊതെന്ന് പറയുമ്പോ കുറെ നേരം നിൽക്കും. അപ്പൊ ഇനി അതിനു വേണ്ടി വേറെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഫ്രഷ്നെസ്, സ്മെല്ല്, എയർ പ്യൂരിഫയർ ഇതൊന്നും നമുക്ക് മേടിച്ചു വെക്കേണ്ട ആവശ്യമില്ല. വീടുകളിൽ ഇപ്പൊ നമ്മള് വീടുകളിൽ യൂസ് ചെയ്യുമ്പോഴും കുറെ നേരം നിൽക്കുമല്ലോ. ചില ആൾക്കാർക്ക് ഇത് സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ഇഷ്ടമായിട്ടാ. ബ്രാൻഡില് എനിക്ക് ബെൻസേട്ടനും ഇഷ്ടമായി, ഈ ഒരു ഊതും ഇഷ്ടമായി, രണ്ടും ഇഷ്ടമായിട്ട്. ഞാൻ ചോദിക്കട്ടെ, ഇത് നമുക്ക് ഫ്ലോർ ക്ലീനർ അല്ലേ? ഈ ഒരു ഫ്രാഗ്രൻസ് അല്ലാണ്ട് വേറെ ഏതൊക്കെയാണ്? നമ്മളത് സ്നോ എന്ന് പറഞ്ഞ വേറെ ഒരു ഫ്രാഗ്രൻസ് ഉണ്ട്. ഇത് സാൻഡലും ഊതും കൂടി മിക്സ് ഉള്ള സ്മെല്ലാണത്. പക്ഷെ എനിക്ക് ഇതാണ് കേട്ടോ കൂടുതൽ ഇഷ്ടമായത്. അത് ഇത് രണ്ടും കൂടി മിക്സ് ആണ് വരുന്നത്. ഇത് സാൻഡലിന്റെ കൂടെ മിക്സിംഗ് ആണ്. കയ്യില് വീണു. സാരമില്ല, അതൊന്നും പ്രശ്നമൊന്നുമില്ല. അല്ല നല്ലൊരു, പക്ഷെ എനിക്ക് ഇതാണ് കൂടുതൽ ഇഷ്ടം. എന്നാൽ റേറ്റ് എങ്ങനെ വരും ഇപ്പൊ ഈ രണ്ടും കൂടി മിക്സ് ആകുമ്പോ? അല്ലെങ്കിൽ നമ്മൾ ഫ്ലോർ ക്ലീനർ എല്ലാം സെയിം റേറ്റ് ആണ്. സെയിം റേറ്റ് ആണ്, ഫ്രാഗ്രൻസിന് മാത്രം വ്യത്യാസം വരുന്നുള്ളൂ. ഇത് ഇനി എവിടെയാണ് നിങ്ങളുടെ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്? നമ്മൾ ഇവിടെ തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെ തന്നെ ഫോർട്ട് കൊച്ചിയിൽ നമ്മുടെ ബ്രാഞ്ച് ഉണ്ട്, അത് അവിടെയും ചെയ്യുന്നുണ്ട്. ഓക്കെ. ഈ ഒരു ബിൽഡിംഗില് ഒരു സൈഡിലാണ് ഈ ഒരു സെറ്റപ്പ് കാര്യങ്ങൾ. എന്നാൽ ഇതിന്റെ ബാക്ക് സൈഡ് എന്ന് വെച്ചാൽ ഇതൊരു വലിയ ബിൽഡിംഗ് ആണ്. അവിടെ ഓഫീസും ഇവർക്ക് മാനുഫാക്ചേഴ്സും, അതുപോലെ തന്നെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഈ കാണുന്ന കുപ്പി അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ഏത് കുപ്പിയും അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ 20 രൂപ കിട്ടുള്ളൂ. പക്ഷെ ഇവിടെ കൊണ്ടു കഴിഞ്ഞാൽ 20% കിട്ടും പ്രോഡക്റ്റിന്, അല്ലെ? കാലിക്കുപ്പി ഇത് കൊണ്ടല്ലോ. അപ്പൊ ഈ കുപ്പി ഫില്ലിംഗ് ചെയ്ത് കൊടുക്കുന്നതാണ്. അതിനനുസരിച്ച് അവർക്ക് ആ പ്രൈസ് കാസ്റ്റ്, കുപ്പിയുടെ കാസ്റ്റ് നമ്മൾ കുറച്ച് കൊടുക്കും. കുപ്പിയുടെ അതിന്റെ ലിഡ്, അതിന്റെ മൂടി, ഇതല്ലാതെ ഇപ്പൊ പ്ലാസ്റ്റിക് നമുക്ക് നോ പറയേണ്ട സമയം പണ്ടേ കഴിഞ്ഞു. അതെന്തായാലും ഇപ്പൊ അത് നമുക്ക് ശരിക്കും എത്തിക്കല്ലേ. ശരിക്കും ഇത് യൂസ് ചെയ്തിട്ട് അവര് കളയാൻ വേണ്ടിട്ട് വെറുതെ ബുദ്ധിമുട്ടണം. അതിന് പകരം ആ സെയിം കുപ്പി തന്നെ കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് അത് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതേ തന്നെയല്ല 5 ലിറ്റർ 10 ലിറ്റർ അങ്ങനെ വലിയ വലിയ ഇതൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. എന്തായാലും ഇതൊരു എന്റെ സെറ്റപ്പ് ഇവിടെ ഇരിക്കട്ടെ, ഞാൻ ഇത് എന്തായാലും മേടിച്ചു. ഇപ്പൊ ഇതിലിപ്പോ 2-3 കളേഴ്സ് വരുന്നുണ്ട്. ഇതും അത് തന്നെയാണ്? ഇതെല്ലാം ഫ്ലോർ ആണ്. ഇത് റോസിന്റെ ഫ്ലേവർ ആണ്. ഓക്കെ. നമുക്ക് ഫ്ലോറിൽ എന്തൊക്കെ ഫ്ലേവർ വരുന്നത്? നമുക്ക് അങ്ങനെ ഒന്നും റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. കസ്റ്റമർ ചോദിക്കുന്ന ഏത് ഫ്ലേവർ നമ്മൾ ചെയ്യും. കസ്റ്റമൈസാ? അടിപൊളി. അപ്പൊ നമ്മുടെ ഇനി വീട്ടില് നമ്മുടെ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ട ഫ്രാഗ്രൻസ് ഒക്കെ ഉണ്ടാവും, അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് കസ്റ്റമൈസ് ചെയ്യണതിന് സെപ്പറേറ്റ് റേറ്റിംഗ് അങ്ങനെ ഒന്നുമില്ല. നമ്മുടെ അടുത്ത് പെർഫ്യൂം മിക്സിംഗ് ചെയ്തെടുക്കുന്ന അതൊന്നും വലിയ ഇഷ്യൂ ഒന്നുമില്ല, നമുക്ക് ചെയ്യാം. ഓക്കെ. അപ്പൊ ആ ഒരു സെക്ഷൻ കഴിഞ്ഞ് ഫ്ലോർ ആണ് മെയിൻ ഹൈലൈറ്റ് നമുക്ക്. കാരണം വെച്ചാൽ പിള്ളേരുകൾ എപ്പോഴും, പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികളൊക്കെ വരുമ്പോ എപ്പോഴും ഫ്ലോറിൽ ഇങ്ങനെ അഴിഞ്ഞ് നടക്കുന്ന ഒരു പ്രായമാകുമ്പോ എപ്പോഴും തുറച്ചിരിക്കണം. ഇനി ഒരു സംശയം കൂടി ചോദിക്കട്ടെ, പിള്ളേരുകളാണ്, ചെറിയ കുട്ടികളാണ്, ഫ്ലോറിൽ ഇത് ഇടുമ്പോ ഈ പിള്ളേര് നക്കണ ഒരു സംഭവമാണ്? അതൊന്നും പ്രശ്നമൊന്നുമില്ല. നമ്മൾ അങ്ങനത്തെ ഹാം ആയിട്ടുള്ള ഒന്നും ചേർക്കുന്നത്, കുട്ടികൾ സേഫ് ആണ് ആ ഭാഗത്തിൽ. ഓക്കെ. ഇനി ഇതെന്താ സംഭവം? ഇതൊക്കെ ഫിനോയിലാണ്. ഫിനോയില് വേറെ വേറെ ഫ്രാഗ്രൻസ് ആണ്. ഓക്കെ. ഇത് എന്തൊക്കെ സാൻഡില്, ഇത് ജാസ്മിൻ, അത് റോസ്, അതില്ലാണ്ട് ലാവൻഡർ ഉണ്ട് നമ്മുടെ അടുത്ത്. അതേമാതിരി സെയിം നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഇപ്പൊ മാർക്കറ്റിലൊക്കെ നമുക്ക് ഏകദേശം ഇത് പുറത്ത് ഞാനൊക്കെ മേടിക്കാറുള്ളത് ഒരു 80 രൂപ 70-80 രൂപ റേഞ്ച് ഉണ്ട്. നമ്മളിപ്പോ ഇവിടെ കൊടുക്കുന്നത് 35 ആണ് കൊടുക്കുന്നത്. 35 രൂപ. അത് ഈ ഒരു കുപ്പിക്കാണ്. ഫോൺ കട്ട് ചെയ്തോ? ഫോൺ വരുന്നുണ്ട്, ആര്യടിയോ കാര്യമായിട്ട് ഫോൺ വരുന്നുണ്ട്.
അയ്യോ നല്ല അടിപൊളി പാട്ട്. കട്ട് ചെയ്തോ? ഓക്കെ. അപ്പൊ ഈ ഒരു കുപ്പീന് 35 രൂപയാണ്. പക്ഷെ ഇത് 5 ലിറ്റർ മേടിക്കുമ്പോ പിന്നെയും റേറ്റ് കുറയും. ഇനി ഒരു സംശയം കൂടി ചോദിക്കട്ടെ, ഇപ്പൊ ഇതൊരു ബിസിനസ്, നിങ്ങളെ B2B ആണല്ലോ. അപ്പൊ ഈ B2B എന്ന് പറയുമ്പോ വലിയ വലിയ കസ്റ്റമേഴ്സ് ആണ് ഇരിക്കുന്നത്. അല്ല, എനിക്ക് സ്വന്തമായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, സപ്പോർട്ട് ചെയ്യാം. അങ്ങനത്തെ കസ്റ്റമറിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാം. അപ്പൊ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് കൊണ്ടു വെക്കല് മാത്രമല്ല, റേറ്റ് കുറവിന് കിട്ടും. അപ്പൊ ഒരു 10 പീസ് അവര് നമ്മള് വീട്ടിലുള്ള ആൾക്കാര് മേടിച്ച് വിൽക്കാറുണ്ട്. ഹൗസ് വൈഫ്സ് മേടിച്ചിട്ട് ആ ഏരിയയില് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് നമുക്ക്. അപ്പൊ നിങ്ങൾക്ക് അതിനനുസരിച്ച് ഏകദേശം കൊടുക്കാറുണ്ട്. ആ റേറ്റ് എത്രയാണെന്ന് ഞാൻ ഇപ്പൊ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഒരു കച്ചവടം നടത്തുമ്പോൾ അതിന് മാർജിൻ ഇട്ടിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യണം. അതുകൊണ്ട് തന്നെ. പക്ഷെ എന്തായാലും ഇവിടുത്തെ റേറ്റ് ഇപ്പൊ എക്സാക്ട് 35 അല്ല 35. അപ്പൊ അതിനേക്കാളും റേറ്റ് കുറവിന് എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ അത് 10 ഇവർക്ക് ഈ 35 മേടിച്ചാൽ പുറത്ത് 70 മാർക്കറ്റ് പ്രൈസ് ഉള്ള സാധനമാണ്. അവർക്ക് 50 രൂപയ്ക്ക് വിറ്റാലും ഒരു സാധനം 15 രൂപ ലാഭമാണ്. അപ്പൊ എങ്ങനെ പോയാലും ഈസി ആയിട്ട് സെയിൽ ചെയ്യാൻ പറ്റും. അതും ഹൗസ് വൈഫ് ഒക്കെ തൊട്ടടുത്തുള്ള വീടുകളിൽ വിൽക്കാമല്ലോ. ഈ രഹസ്യം ഹൗസ് വൈഫ് നിങ്ങൾ മാത്രം ഇവര് നമ്മുടെ ഏതാണ് ഈ അയൽക്കൂട്ടത്തിൽ കുടുംബശ്രീ അയൽക്കൂട്ടം അവർക്കൊക്കെ വേണമെങ്കിൽ ഈ ഒരു ബിസിനസ്, അത് പണ്ടേ തുടങ്ങിയിട്ടുള്ള ഒരു ബിസിനസ് ആണത്. പക്ഷെ റേറ്റ് കുറവ് അന്വേഷിച്ച് നടക്കണവർക്ക് ഇതൊരു അടിപൊളി. അവര് വിൽക്കുമ്പോ 100 രൂപ ആ റേഞ്ചിലൊക്കെ വിൽക്കും. പിന്നെ പറയാണ്ട, ഞാൻ തന്നെ മേടിക്കുന്ന 80 രൂപ 90 രൂപ റേഞ്ചിനൊക്കെയാണ്. നമുക്ക് ആ പ്രൈസിംഗ് ഒന്നും ഇല്ല. നമ്മുടെ 35 ആ റേഞ്ചിലുള്ള പ്രൈസ്. പിന്നെ ഞാൻ വേറൊരു കാര്യം ചോദിക്കായിരുന്നു, ഇതില് മറ്റേ ഇതൊന്നും ഒട്ടിച്ചിട്ടില്ലല്ലോ. ഇതിപ്പോ പ്രൊഡക്ഷൻ കഴിഞ്ഞ് വന്നതാണ്. ഇനി ലേബലിംഗ് ചെയ്യും. മസ്റ്റ് ആണല്ലോ ഇതിപ്പോ വിത്തൗട്ട് ലേബിളിംഗ് നമ്മൾ സെയിൽ ഒന്നുമില്ല. നമ്മൾ ലേബിൾ ചെയ്ത്. അപ്പൊ പുറത്തുനിന്ന് ഒരു കുപ്പി നമ്മൾ കൊണ്ടുവരാണെങ്കിൽ അത് നമ്മൾ കസ്റ്റമർ കൊണ്ടുവരുന്നതല്ലേ, നമ്മൾ അങ്ങനെ നിറച്ചു കൊടുക്കുകയല്ലേ ചെയ്യാം. അത് പ്രൊഡക്ഷൻ ചെയ്യുന്ന സമയത്ത് ആ സാധനമാണ് നിറച്ചു കൊടുക്കുന്നത്. അപ്പൊ അതിന് എങ്ങനെ പോയാലും എക്സ്പീരിയൻസ് ഉണ്ടാവും. ഓക്കെ. അപ്പൊ ഇനി ഇതിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി നീല കളറിലിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഗ്ലാസ് ക്ലീനർ. നമ്മുടെ അതേ പറഞ്ഞു, ഗ്ലാസ് ക്ലീനർ ഉണ്ട്. പിന്നെ അതില്ലാണ്ട് ഡിഷ് വാഷിന്റെ, അത് നമ്മുടെ ഓൺ പ്രൊഡക്റ്റ്. ഡിഷ് വാഷ് കാണുന്നതാണോ? ഇതാണോ? ഇതും ഡിഷ് വാഷും അതും ഡിഷ് വാഷ് തന്നെയാണ്. രണ്ടും നിങ്ങളുടെ ബ്രാൻഡ് തന്നെയാണോ? എല്ലാം നമ്മുടെ തന്നെയാണ്. ഫാബിഗ്ലോ നമ്മുടെ തന്നെയാണ്. ജെവിസ് എന്ന് പറയുന്നത് നമ്മുടെ തന്നെയാണ്. ഓരോ ഇതിനും പ്രീമിയം കസ്റ്റമേഴ്സ് ഉണ്ടാവും. ചില ആൾക്കാർക്ക് വേറെ വേറെ ഈ നമ്മുടെ ഈ പ്രില്ലും അതേമാതിരി വേറെ ഒരു വിമ്മും ഉണ്ടല്ലോ. അവർ രണ്ടും തമ്മിലുള്ള ക്വാളിറ്റി വേരിയേഷൻ ഉള്ളത് മാതിരി നമ്മൾ 3 ബ്രാൻഡ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഒന്നൊന്നിലും ഓരോ ക്വാളിറ്റിയാണ്. ഹൈ പ്രീമിയം ബ്രാൻഡ് ഉള്ളത് ഫാബിഗ്ലോ, അതിന്റെ അടുത്തത് നമ്മുടെ ജോ ഷൈൻസ്, സെക്കൻഡ് പാർട്ട്, തേർഡ് പാർട്ട് JVS. ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത് ഫാബിഗ്ലോ. അതിന്റെ എല്ലാം നല്ല ക്വാളിറ്റി തന്നെയാണ്. വേരിയേഷൻ എന്താന്ന് വെച്ചാ നമ്മുടെ കോസ്റ്റ് വൈസ് കുറച്ചും കൂടി ഈ പെർഫ്യൂമിന്റെ അളവ് ഇങ്ങനത്തെ ഒക്കെ വേരിയേഷൻ വരും. അതിനൊന്നുമില്ല. പെർഫ്യൂം കാര്യങ്ങൾ കുറച്ച് ഇതാക്കും. പിന്നെ ഗ്ലിസറിൻ ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്താണ് ഈ ഡിഷ് വാഷ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ഗ്ലിസറിന്റെ അളവ് വേരിയേഷൻ ഉണ്ടാവും. ഇങ്ങനത്തെ ചില വേരിയേഷൻ ഉണ്ടാവും. അതിന് പകരം നമ്മൾ വേറെ കെമിക്കൽ ആയിരിക്കും യൂസ് ചെയ്യാം. കോസ്റ്റ് വൈസ് കുറയ്ക്കുക, സെയിം ക്വാളിറ്റി. ബ്രാൻഡ് വരുന്നത് അപ്പൊ ഫാബിഗ്ലോ, പിന്നെ ജോ ഷൈൻസ്, പിന്നെ JVS അല്ലെ? അങ്ങനെ 3 ബ്രാൻഡാണ് ഇവരുടെ സ്വന്തം ബ്രാൻഡ് വരുന്നത്. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, കേൾക്കാൻ പോണില്ല. കാരണം ഇവർക്ക് അഡ്വർടൈസ് ഇല്ല. ഇവർ ഇതുവരെ അഡ്വർടൈസ് ഡയറക്റ്റ് ഹോൾസെയിലേഴ്സ് മാതിരിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് ബൾക്ക് അതുകൊണ്ട് ഇത് ഇങ്ങനെ മാർക്കറ്റിലൊക്കെ സാധാരണ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇത് ഉണ്ടോ? ഇല്ല, നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല, അങ്ങനെ വെച്ചിട്ടില്ല. നോർമലി ഇപ്പൊ റീസെല്ലേഴ്സ് ഒക്കെ ആണെങ്കിൽ അവർക്കും നല്ലൊരു ഐഡിയ ആണ്. ഇപ്പൊ കുടുംബശ്രീ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അയൽക്കൂട്ടം, അങ്ങനത്തെ തന്നെയല്ല. നമ്മൾ സ്വന്തമായിട്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, ഫ്ലാറ്റിലൊക്കെ ഒരു ലേഡി കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ അതിന്റെ ഒരു ഗുണം വേറെ തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടെ വേറെ എന്തൊക്കെ ഐറ്റംസ് നമുക്ക് അവൈലബിൾ ആണ്? ബ്ലീച്ചിങ് പൗഡർ ഉണ്ട്, ബ്രഷ് ഉണ്ട്. ഇത് ഇപ്പോഴും ഉണ്ടാ? ഞാനൊക്കെ കാലം മറന്നു. വാഷിംഗ് മെഷീൻ നല്ല ഡിമാൻഡ് ഉണ്ട് ആക്ച്വലി. ഇങ്ങനത്തെ സോപ്പിന് നല്ല ഡിമാൻഡ് ഉണ്ട്. പക്ഷെ നന്നായി അഴുക്ക് പോകുന്ന ഒരു സോപ്പ് കൂടെ. ഇതിന്റെ വല്ല ലിക്വിഡ് ഫോം നിങ്ങൾ ചെയ്യുന്നുണ്ടോ? അല്ല, ഇത് മാറ്റിക് ലിക്വിഡ് ആണ് ഉദ്ദേശിക്കുന്നത്. അല്ല, ഇതേ സെയിം എഫക്റ്റിൽ നമുക്ക് വല്ല ലിക്വിഡ് ഉണ്ടോ? കാരണം എന്താ വെച്ചാൽ ഇതിന്റെ ഗുണം എനിക്കറിയാം. പണ്ട് നമ്മളൊക്കെ എല്ലാരും ഉപയോഗിച്ചിരുന്നത് ഈ ഒരു സംഭവമാണ്, ബാർ സോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ വാഷിംഗ് മെഷീൻ വന്നോട് കൂടിയിട്ട് ബാറും മറന്നു, സോപ്പും മറന്നു. ഇപ്പൊ എല്ലാരും ഇത് ഇങ്ങനത്തെ സാധനം നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നല്ല ഡിമാൻഡ് ഉണ്ട് ഇതിന്. അടിപൊളി. എന്തായാലും ഇതിന്റെ ലിക്വിഡ് ഉണ്ടെങ്കിൽ അതും വേണം കേട്ടോ. എന്തായാലും അടിപൊളി പ്രോഡക്ട്സ് ആണ് ഇരിക്കുന്നത്. അപ്പൊ ബാർ സോപ്പ്, പിന്നെ ഇതുണ്ടോ? ഇതും ബാർ സോപ്പ് തന്നെ. ഇത് സോപ്പ് തന്നെയാണോ? പക്ഷെ ഇത് വന്നിട്ട് നമ്മുടെ
പറഞ്ഞോളൂ. ഈ സോപ്പ് വന്നിട്ട് നമുക്ക് ഈ നമ്മുടെ ഡാക്ടർ വാഷ് അങ്ങനത്തെ ഒരു ടൈപ്പാണ്. അതായത് കുറച്ച് മെഴുകുമാരി ഇരിക്കുന്ന സാധനം. ഇത് അപ്പൊ അഴുക്ക് നന്നായി പോകും. ഇത് വന്നിട്ട് നമ്മൾ സാധാരണ റിൻ ഇങ്ങനത്തെ സർഫ് എക്സൽ ഇങ്ങനത്തെ ആ ഒരു രീതിയിൽ. എന്നാ മറ്റേ ഇപ്പൊ പറഞ്ഞ ബ്രാൻഡിന്റെ ഒക്കെ ആണെങ്കിൽ ആ ബ്രാൻഡിനൊക്കെ റേറ്റ് കൂടും. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറവായിരിക്കും. പക്ഷെ ക്വാളിറ്റി സെയിം തന്നെയായിരിക്കും കേട്ടോ. ഇത് യൂസേജ് സെയിം തന്നെയായിരിക്കും. ഈ നേരത്തെ കണ്ട നമ്മൾ ഫിനോയിൽ തന്നെയാണ്. ഇത് പ്രൊഡക്ഷൻ കഴിഞ്ഞ് വന്ന് സ്റ്റിക്കറിങ് ചെയ്ത സാധനമാണ്. അപ്പുറത്തുണ്ടായിരുന്ന സാധനം തന്നെ. അത് ലാവൻഡർ, ഇത് റോസ്. ഇത് റോസ് ജോഷൈൻസും ഇത് JVS അല്ലെ. അപ്പൊ അതിന്റെ ഇപ്പൊ ഇതൊക്കെ 1 ലിറ്റർ അല്ലേ ഇരിക്കണേ. ഇതിന്റെ നമുക്ക് ചെറിയ ഔഷധത്തിന് മീൻസ് 1/2 ലിറ്റർ അങ്ങനെയൊക്കെ കിട്ടാൻ നമ്മള് ഫിനോയിൽ ചെയ്യുന്നില്ല. ഫിനോയിൽ ആക്ച്വലി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അത് വില തന്നെ 35 രൂപയുള്ളൂ. അതിൽ 1/2 ലിറ്റർ ചെയ്യുമ്പോ കോസ്റ്റ് നമുക്ക് ശരിയാകത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന്റെ കുപ്പിയുടെ കോസ്റ്റും സ്റ്റിക്കറിങ്ങും പ്രൊഡക്ഷനൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വലിയ മാർജിൻ ഉണ്ടാകത്തില്ല. നമ്മള് 1 ലിറ്റർ തന്നെ മാർജിൻ കുറച്ചാ കൊടുക്കുന്നത്. ഇനി 1/2 ലിറ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഹെവി ലോസ് ചെയ്തിട്ട് കാര്യമില്ല. ബ്രേക്ക് ഇവനെ ആവുള്ളൂ. അല്ല സാധാരണ ചിലർ ടെസ്റ്റിങ്ങിന് വേണ്ടിട്ട് 1/2 ലിറ്റർ തരും ചേട്ടാന്ന് അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. ഇവര് 1 ലിറ്റർ 70 രൂപയ്ക്ക് മേടിക്കുന്ന സാധനമാണ് നമ്മൾ 1 ലിറ്റർ 35 രൂപയ്ക്ക് കൊടുക്കുന്നത്. പിന്നെ 1/2 ലിറ്ററിന്റെ കാസ്റ്റ് അല്ലേ വരുന്നത്. അപ്പൊ നോട്ട് ദി പോയിന്റ്. അതാണ് ഇവിടുത്തെ മെയിൻ പ്രത്യേകത. പിന്നെ ഇത് ബ്ലീച്ചിങ് പൗഡർ അല്ലേ നമ്മുടെ സാധാരണ ബ്ലീച്ചിങ് പൗഡർ. അതും നിങ്ങൾ തന്നെയാ ചെയ്യണത്? ഇത് വേറെ ബ്രാൻഡാണ്. നമ്മുടെ ബ്രാൻഡ് ഉണ്ട്. നമ്മുടെ ബ്രാൻഡിന്റെ കുറച്ച് ഷോർട്ടേജ് ഉണ്ട്. ഇപ്പൊ പ്രൊഡക്ഷനിൽ ഇരിക്കുവാണ്. അത് വരുന്നവരെ കസ്റ്റമർ വന്നിട്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇല്ലെങ്കിലും നമ്മൾ സാധനം ഇവിടെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. ഇനി അതിനെ പറ്റിയിട്ടുള്ള കുറെ ടൂൾസ് സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ടൂൾസ് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് മോപ്പുകൾ തന്നെ പല ടൈപ്പ് പല ഇതിനും നമ്മുടെ സൈസ് ഉണ്ട്. മോപ്പ് ഉണ്ട്. ഇത് സ്ക്യൂസർ ആണ്. ഇത് ആക്ച്വലി ഡിഫറെന്റ് സൈസ് ലെങ്ത് മാറും. അതിന്റെ വീതിയും കാര്യങ്ങളൊക്കെ മാറും. ഇതൊക്കെ നിങ്ങളുടെ തന്നെയാണോ? മീൻസ് അല്ല, ഇതൊക്കെ നമ്മള് മേടിച്ച് നമ്മള് സപ്ലൈ. അപ്പൊ ട്രേഡ് ഉണ്ട്, ഓൺ പ്രൊഡക്ഷനും ഉണ്ട്. പക്ഷെ മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരു കാലികുപ്പി കൊണ്ടുവന്നാൽ ഇനി അവിടെ കൊണ്ടുപോയിട്ട് 20 രൂപ കൊടുക്കണ്ട. ഇവിടെ 20% നമുക്ക് കിട്ടുന്നതായിരിക്കും. നമ്മളിപ്പോ എല്ലാ സാധനങ്ങളും അവൈലബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ചിലതൊക്കെ എല്ലാം മാനുഫാക്ചർ ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മള് ചിലത് വരുന്ന കസ്റ്റമർ ക്ലീനിങ് ആയിട്ട് എന്ത് ചോദിച്ചാലും നമ്മൾ ഇവിടെ നിന്ന് തരും. അപ്പൊ അതിനുള്ള സംഭവമാണ്. നമ്മൾ ചിലപ്പോ ചിലത് പുറത്ത് അറേഞ്ച് ചെയ്യും. ഈ ചൂലിന് നല്ല നീളം. ഇത് പനയുടെ ചൂലാണ്. അതാണ് ഇത്ര നീളം അല്ലേ? ഇത് ആക്ച്വലി ഇത് ഇമ്പോർട്ടഡ് ആയിരിക്കും. ഇത് ഇവിടത്തെ അല്ല, പുറത്തുനിന്ന് ഇമ്പോർട്ടഡ് ചൂല് കേട്ടിട്ടോ നിങ്ങള്? പനയുടെയാണ്. നീളം കൂടുതലായി. നീളം കൂടുതൽ തന്നെയല്ല, അതിന് ക്വാളിറ്റി നല്ല ക്വാളിറ്റി ആണ് കേട്ടോ. നോർമൽ നമ്മുടെ ഒരു തെങ്ങിന്റെ ഈർക്കിലി ചൂല് പോലെയല്ല, കുറച്ചുകൂടി ക്വാളിറ്റി കൂടും. നല്ല കനവും നല്ല തിക്നെസ്സും ഉണ്ട്. നല്ല മറ്റേ സാധാ ഇവിടത്തെ ചൂലും അവൈലബിൾ ആണ്. ഇത് സാധാരണ ഇതാണ് നമ്മുടെ നാടൻ ചൂലാണ്. ഇത് നാടൻ, ഇത് ഇമ്പോർട്ടഡ്. എന്താ സെറ്റപ്പ്! എന്തായാലും രണ്ടും ഇഷ്ടായി. പണ്ടൊക്കെ അല്ല അമ്മമാരൊക്കെ ഇരുന്ന് ഇർക്കിളി ഇതാക്കി സമയമില്ലല്ലോ. ഇപ്പൊ സമയമില്ല. പക്ഷെ എന്തായാലും നമുക്ക് ഇവിടെ സമയമുണ്ട്. നമുക്ക് എല്ലാം ഇവിടെ ആവില്ല. ക്ലീനിങ്ങിന്റെ എല്ലാ ഐറ്റം ചോദിച്ചാലും ഇവിടെ യെസ് ആണോ. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഐറ്റം എന്താ? ഇത് ഇത് ഡിഫറെന്റ് ടൈപ്പ് ഞാൻ കാണിച്ച സ്ക്യൂസർ ഉണ്ട്, മോപ്പ് ഉണ്ട്. ഇത് സാധാരണ മോപ്പാണ്. ഇത് അതേമാതിരി ചൂലുണ്ട്. ഇത് പ്ലാസ്റ്റിക്കിന്റെ ചൂലുണ്ട്. അതേമാതിരി ബ്രൂമി. ഇത് വന്നിട്ട് നമ്മുടെ നാച്ചുറൽ ബ്രൂമിന്റെ. ഇതിനെന്തിട്ട് ഇംഗ്ലീഷിൽ പറയണത് ഞങ്ങള് പച്ച മലയാളത്തിൽ ഇത് ചൂലെന്ന് പറയുന്നത് അല്ലെ? നമുക്ക് അതാ സെറ്റ് ആവുള്ളൂ അല്ലെ? സത്യമല്ലേ? അതെ, ചൂല് തന്നെ. അത് വന്നിട്ട് ഇത് പ്ലാസ്റ്റിക്കിന്റെയാണ്. ചിലര് പ്ലാസ്റ്റിക്കിന്റെ യൂസ് ചെയ്യും, ഇത് നാച്ചുറൽ യൂസ് ചെയ്യും. അപ്പൊ ഇവിടുത്തെ പിന്നെ ഈ പാറ്റക്കുളി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതൊരു കളർ വ്യത്യാസം ഉണ്ടല്ലോ. ഇത് ജാസ്മിന്റെ ഫ്ലോർ ആണ്. ഫ്ലോർ ക്ലീനർ തന്നെയാണ് ജാസ്മിന്റെ. ഫ്ലോർ ക്ലീനർ ആണത്. അതെ അതെ. ഇതിന് കളർ ഒരു പച്ച കളറ്. ജാസ്മിന്റെ കളറാണ്. അല്ല, ജാസ്മിന്റെ കളർ വൈറ്റ് അല്ലടാ. സ്മെല്ലൊക്കെ തന്നെ ജാസ്മിന്റെ തന്നെയാണ്. നമുക്ക് കളറ് നമ്മൾ കളർ നോക്കിട്ട് കാര്യമില്ല, ഉള്ളിലുള്ള സ്മെല്ലിലാണ് കാര്യം. ഇത് എന്താന്ന് നോക്കിട്ട് പറഞ്ഞാൽ മതി. ഇതായിരിക്കും. ഇതിൽ എഴുതിയിട്ടില്ലല്ലേ? മസ്ക് എന്ന് പറയും. നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടാവും. ബ്രൂട്ട് ഇല്ലേ? ബ്രൂട്ടിന്റെ ഏകദേശം മസ്ക് എന്ന് പറയും ഇതിന്റെ സ്മെൽ. മസ്കിന്റെ ഫ്രാഗ്രൻസാ?
ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഫ്രാഗ്രൻസ് നോക്കിട്ടല്ലാട്ടോ ഇത് ആക്ച്വലി ബ്രൂട്ട് പെർഫ്യൂം യൂസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഏകദേശം സ്മെല്ലാണ് ഇത്. പക്ഷെ മാർക്കറ്റിൽ കിട്ടില്ലല്ലോ ഇങ്ങനെ, ഉണ്ടാവില്ല. ഇതും കിട്ടില്ല ഇതും കിട്ടില്ല കേട്ടോ. അപ്പൊ ഇത് സെയിം റേറ്റ് തന്നെയല്ലേ? എന്റെ കൈ മൊത്തം ഇങ്ങനെ സ്മെല്ലോണ്ട് സ്മെല്ല്. ഇപ്പൊ ഏത് സ്മെല്ലാണ്? ഈ വരുമ്പോ ഈ സ്മെല്ല്, ഈ വരുമ്പോ ഇത്, അങ്ങനെ ടോട്ടലി സ്മെല്ലോണ്ട് സ്മെല്ലാണ് കേട്ടോ. അപ്പൊ ഇത് ഇരിക്കണത് കുറച്ച് നോക്കിയിട്ട് കാര്യമില്ല. പ്രൊഡക്ഷൻ ആണ് കുറേശ്ശെ കുറച്ച് കൊണ്ടേക്കും. B2B ആയതുകൊണ്ട് തന്നെ ഇവര് ക്യാനിലാണ് കൂടുതൽ. ക്യാൻ ഇവിടെ എവിടെയോ ഞാൻ കണ്ടല്ലോ. എവിടെയാ? ആ ഇതാ ഇവിടെ ക്യാൻ. ഇപ്പൊ ഇവർക്ക് കൂടുതൽ B2B ആയതുകൊണ്ട് കൂടുതൽ ഇങ്ങനെ ക്യാൻ പർപ്പസിലാണ് 5 ലിറ്റേഴ്സ് ആണ് കൂടുതൽ പോകുന്നത് അല്ലേ? അപ്പൊ 5 ലിറ്റർ. അപ്പൊ ഈ ക്യാൻ തിരിച്ചു കൊണ്ടു കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റിന്റെ ഐറ്റംസിന് 20% വെച്ചിട്ട് നമുക്ക് ഡിസ്കൗണ്ട് കിട്ടൂട്ടോ. അതിപ്പോ ഫിനോയിൽ ആയാലും ഫ്ലോർ ക്ലീനർ ആയാലും നമുക്ക് ഡിഷ് എല്ലാം ചെയ്യൂ, എല്ലാത്തിനും ചെയ്യാം. അങ്ങനെ വീടുകളിൽ യൂസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങൾക്കും നമ്മൾ ചെയ്യാം. ഈ റീഫിൽ ഓപ്ഷൻ ഉണ്ടല്ലേ? ഈ റീഫിൽ എവിടെയാ ചെയ്യണത്? ഇവിടെ തന്നെയാണെന്ന് പറഞ്ഞു. നമുക്കൊന്ന് കാണാൻ പറ്റുമോ? ഇല്ല, ഇപ്പോ കാണണം, നമുക്ക് കണ്ടിട്ടുള്ള കാര്യം. അതിന് മുന്നേ നമുക്ക് ഇതൊന്നും നോക്കിയാലേ. ഇതെന്താ? ഇതൊക്കെ സോപ്പ് പൊടിയാണ്. നമ്മള് മാനുഫാക്ചർ ചെയ്യുന്ന സോപ്പ് പൊടിയാണ്. അപ്പൊ ആവശ്യക്കാരന് അവര് വരുന്നതനുസരിച്ച് അവർക്ക് നമ്മൾ പാക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പൊ നോർമൽ നമ്മൾ പുറത്ത് പല പേരിൽ കേട്ടിട്ടുണ്ട്. ഇതില് പേരും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ഇതിൽ എന്താ അഴുക്ക് പോവോ? പിന്നെ പോകാതെ ആൾക്കാർ മേടിക്കുന്നുണ്ടല്ലോ. ഇത് നമ്മള് ഒന്നൊന്നിനും ഓരോ ഇതാണ്. നമ്മൾ 45, 50, 55 ഇങ്ങനെ 3 റേഞ്ചിലുണ്ട് നമുക്ക്. അതിന്റെ അപ്പൊ എന്താ വ്യത്യാസം വരുന്നത്? വ്യത്യാസം അതിന്റെ എന്താ പറയാ, നമ്മൾ ചേർക്കുന്ന മാനുഫാക്ചറിംഗ് നമ്മൾ ചെയ്യുന്ന ആഡ് ചെയ്യുന്ന ഐറ്റത്തിന്റെ ആ ടെക്നിക്ക് കാര്യങ്ങളൊന്നും നമുക്ക് പറഞ്ഞു തരൂല്ല. നിങ്ങൾ ഉപയോഗിച്ചിട്ട് അത് അഴുക്ക് പോകുന്നുണ്ടോന്ന് മാത്രം നോക്കിയാൽ മതി. ടെക്നിക്കൽ കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു തരില്ല അല്ലേ? അത് ശരിയാണ്. പക്ഷെ എനിക്ക് പറഞ്ഞു തരണം കേട്ടോ, ഞാൻ ആരോടും പറഞ്ഞു കൊടുക്കില്ല. അപ്പൊ നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ എവിടെയാ വരുന്നത്? ഇത് നമ്മള് ചിറ്റൂർ റോഡ്, എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് ചിറ്റൂർ റോഡ് കയറുമ്പോ തന്നെ ഹോട്ടൽ ഗ്രാൻഡ് സീസിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ സ്ഥലം വരുന്നത്. റേഷ്യൽ ബിൽഡിംഗ് ഞാൻ പറഞ്ഞില്ലേ, ഈ ബിൽഡിംഗിൽ ഇവിടെ പ്രൊഡക്ഷൻ ഓഫീസും അതുപോലെ തന്നെ ഒരു സൈഡിലാണ് ഇങ്ങനെ ഒരു ഓൺ ബിൽഡിംഗ് ആണ്. ഓൺ ബിൽഡിംഗ് ആണ് ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്തിരിക്കണം. എന്നാൽ ഇവിടുത്തെ സ്ഥാപനത്തിന്റെ പേര് വരുന്നത് ബ്രില്ലോ. അതാണ് കേട്ടോ പേര് വരുന്നത്. ഇനി ഈ സൈഡ് ഇരിക്കുന്നത് മൊത്തം എന്താണ്? ഇതൊക്കെ നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടി നമ്മൾ പ്രൊക്യൂർ ചെയ്ത് കൊടുക്കുന്ന സാധനങ്ങളാണ്. നമ്മുടെ ബ്രാൻഡിനെക്കാട്ടിലും ഇത് കിറ്റ് തുടങ്ങി എല്ലാ ഇപ്പൊ ആവശ്യക്കാർ എന്ത് ചോദിക്കുന്നു അതിനനുസരിച്ച് നമ്മള്. ഇതിപ്പോ കിച്ചൺ ടവൽ ഉണ്ട്, ടിഷ്യൂസ് ഉണ്ട്. ഇതൊക്കെ നോർമൽ നമ്മുടെ വീട്ടുകളിൽ തന്നെയല്ല. ഇപ്പൊ ഹോസ്പിറ്റലിലായാലും അതുപോലെ തന്നെ ഈ തുണിക്കടയിലും സ്വർണ്ണക്കടയിലും ഇവിടെ എല്ലായിടത്തും ഈ സംഭവങ്ങളും മസ്റ്റ് ആണ്. അപ്പൊ അവര് ഇവിടുന്ന് ബൾക്ക് പർച്ചേസ് ചെയ്യുന്നുണ്ടല്ലോ കേട്ടോ. ഇപ്പൊ ഇത് മാത്രല്ല കേട്ടോ, ഇവിടെ ഇരിക്കുന്ന ഓരോരോ പ്രോഡക്ട്സ് ഒക്കെ ബൾക്ക്. ഇത് നമ്മള് ഓൺലി സാമ്പിൾ ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത്. നമ്മൾ ഇതിന്റെ സ്റ്റോക്ക് അല്ല ശരിക്കും, ഇത് നമ്മള് സാമ്പിൾസ് ആണ്. ഇത് വരുന്ന ആൾക്കാർ എന്താ വേണ്ടെന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. ഓക്കെ, അങ്ങനെ നോക്കി സെലക്ട് ചെയ്തിട്ട് പിന്നെ ആവശ്യമുള്ളത് ബൾക്ക് ഓർഡർ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ എത്തിച്ചു തരും. നമ്മൾ ഏത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം, നമുക്ക് എത്തിച്ചു തരും. ഇനി വേറെ എന്ത് വേണം? അപ്പൊ ഇത് എന്തിട്ട് മൈക്രോ ടവൽ ക്ലോത്ത് ആണ്. ഇത് നോർമൽ ക്ലോത്ത് ആണ് വരുന്നത്. ഇത് വന്നിട്ട് നമ്മുടെ വൈപ്പർ ആണ്. ഇത് മെയിൻ ആയിട്ട് നമ്മുടെ അടുക്കളയില് നമ്മള് ഈ കിച്ചൺ ആ ഏരിയയില് ക്ലീൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വൈപ്പാണ്. കൗണ്ടർ ടോപ്പർ അതുപോലെ തന്നെ ഈ നമ്മുടെ കാറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഗ്ലാസിന് ഇത് ഗ്ലാസിന് യൂസ് ചെയ്യുന്ന ഇങ്ങനത്തെ ക്ലോത്ത് മൈക്രോ. ഇതൊക്കെ എല്ലാവർക്കും അറിയാം, എല്ലാവരും വീട്ടിലുണ്ടാവും. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ റേറ്റ് കുറവുണ്ട് കേട്ടോ എല്ലാത്തിനും. അപ്പൊ ബൾക്ക് പർച്ചേസ് തന്നെ. ഇനി ഏത് വീട്ടിലാ ഉറുമ്പ് പൊടി ഉപയോഗിക്കാത്തത്? അല്ല, അതും ഇവിടെ കിട്ടും. അല്ല, നമുക്ക് എല്ലാം ഉണ്ടാവും. ഉറുമ്പൊടി തുടങ്ങി ബാക്കി എല്ലാ എന്തൊക്കെ സാധനം വേണോ എല്ലാ സാധനവും നമ്മളെപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുന്ന പോലെ നമ്മുടെ വീടും നല്ല നീറ്റ് ആയിട്ട് ക്ലീൻ ആയിട്ട് ഇരിക്കണം എന്നുള്ള ഒരു കോൺസെപ്റ്റ്. പിന്നെ മെയിൻ ആയിട്ട് ഇവരുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നാട് മൊത്തം പ്ലാസ്റ്റിക് ഇല്ലാണ്ടാക്കുക. ഉള്ള പ്ലാസ്റ്റിക്കിനെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക, അല്ലാണ്ട് പുതിയ പ്ലാസ്റ്റിക് കൊണ്ട് പഴയത് റീസൈക്ലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. റീസൈക്ലിംഗ് നിങ്ങൾക്ക് റീസൈക്ലിംഗ് ഓപ്ഷനും ഉണ്ടോ? നമ്മളിപ്പോ അങ്ങനെ അല്ല, നമ്മൾ അത് മേടിക്കുക, അതേ സാധനം യൂസ് ചെയ്യുമ്പോൾ തന്നെ അത് റീസൈക്കിൾ മാറി. അല്ലാണ്ട് നിങ്ങൾ എന്താ പറയാ, അതൊക്കെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ ചോദിച്ചു. എന്തായാലും 20% ഓഫ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അത് ഇന്നോ ഇന്നലേക്ക് നാളേക്കോ ഉള്ള ഓഫർ അല്ല, ഇത് ജീവിതകാലം മൊത്തമുള്ള ഓഫറാ അല്ലെ? അല്ല, 1-2 ദിവസത്തേക്കുള്ള ഓഫർ അല്ല ഈ പറയുന്നത്. പിന്നെ പ്രത്യേകിച്ച് പറയുന്നത് B2B ഓപ്ഷൻ. അപ്പൊ നമ്മുടെ എല്ലാ ഐറ്റംസും ഇവിടെ ക്ലീനിങ് സംബന്ധിച്ചിട്ടുള്ള എല്ലാ ഐറ്റംസ് ഇവിടെ ഉണ്ട്. അപ്പൊ ബെൻസേട്ടാ പോയാലോ? ബെൻസ് വണ്ടിയില് ശരി. അപ്പൊ ചേട്ടന്റെ വീട് ഇവിടെ തന്നെയാണോ? എറണാകുളം എവിടെയായിട്ടാ? കൊച്ചി. എറണാകുളം കൊച്ചിയൊക്കെ ഒന്നും തന്നെയല്ലേ? അതിനല്ലേ ഞാൻ ഫോർട്ട് കൊച്ചി. ഓക്കെ. അപ്പൊ ശരി. അപ്പൊ നമ്മളെ വീഡിയോ എടുക്കണപ്പോ നമ്മുടെ ഇവിടുത്തെ പിള്ളേരുകളൊക്കെ പോയിട്ടാ കാണാം. ഓക്കെ, എന്തായാലും അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. അപ്പൊ ലൊക്കേഷൻ മറക്കണ്ട. നമ്മളിപ്പോ നിൽക്കുന്നത് എറണാകുളം സൗത്തില് ബ്രില്ലോ
റേച്ചൽ ബിൽഡിംഗ് ഓപ്പോസിറ്റ് ഗ്രാൻഡ് സീസൺ, ഹോട്ടൽ ഗ്രാൻഡ് സീസൺ. അപ്പൊ ക്ലീനിങ്ങിന് മസ്റ്റ് ആയിട്ട് ആവശ്യമുള്ള പ്രോഡക്റ്റ് അതും റേറ്റ് കുറവിന് ഇവിടെ കിട്ടൂട്ടാ. ടിൽ ദെൻ ബൈ.